നമസ്കാരം. HTML പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. HTML ലിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഒരു ലിസ്റ്റായി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിസ്റ്റ് ടാഗ്സ് എന്ന് പറയുന്നത്. HTML offers three ways for specifying list of information. മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റുകളെ HTML പേജ് വഴി നമുക്ക് കാണിക്കാൻ സാധിക്കും. All list must contain one or more list items. നമുക്കറിയാം, ഒന്നോ ഒന്നിൽ കൂടുതലോ ഐറ്റംസ് ചേരുമ്പോഴേ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ലിസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അതേ അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ലിസ്റ്റിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ എലമെന്റ്സ് ഉണ്ടാവാം. ആദ്യത്തത് UL ടാഗ്. UL അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ കാണുന്ന ഐറ്റത്തിന് പ്രത്യേകിച്ച് ഓർഡറിന് സിഗ്നിഫിക്കൻസ് ഇല്ലാതെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ബുള്ളറ്റഡ് പോയിന്റ്സ് കണ്ടില്ലേ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാതെ നമുക്ക് ഓർഡറിന് സിഗ്നിഫിക്കൻസ് ഇല്ലാതാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കാം. ദിസ് വിൽ ലിസ്റ്റ് ഐറ്റംസ് യൂസിങ് പ്ലെയിൻ ബുള്ളറ്റ്സ്. ബുള്ളറ്റഡ് സിമ്പിൾസ് ഉപയോഗിച്ചാണ് അൺഓർഡേർഡ് ലിസ്റ്റുകൾ കാണിക്കുന്നത്. അടുത്തത് ഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്, OL ടാഗ്. ദിസ് വിൽ യൂസ് ഡിഫറെന്റ് സ്കീംസ് ഓഫ് നമ്പേഴ്സ് ടു ലിസ്റ്റ് യുവർ ഐറ്റംസ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 ആ രീതിയിൽ കാണിക്കാം, അല്ലെ റോമൻ നമ്പേഴ്സായ രീതിയിൽ കാണിക്കാം, അല്ലെങ്കിൽ ABCD ആ ഓർഡറിൽ കാണിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ABCD. അങ്ങനെ ഒരു ഓർഡറിനനുസരിച്ച് കാണിക്കുന്ന ലിസ്റ്റിനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്, OL ആണ്. അൺഓർഡേർഡ് ലിസ്റ്റിന് ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്, UL ആണ്. അടുത്തയാണ് DL, എ ഡെഫിനിഷൻ ലിസ്റ്റ്. This arranges your items in the same way as they are arranged in a dictionary. എന്താണ് ഡിക്ഷണറിക്കുള്ള പ്രത്യേകത, നമുക്കെല്ലാം അറിയാം. ഒരു വേർഡ് കാണും, അതിൻ്റെ വേർഡ് മീനിങ് കാണും. അവിടെ ചുരുക്കി പറഞ്ഞാൽ ഓരോ വാക്കിൻ്റെയും കൂടെ, ലിസ്റ്റ് കാണുന്ന ഓരോ വാക്കിൻ്റെയും കൂടെ അതിന് ഇക്വലൻ്റ് അതിൻ്റെ കൂടെ ചേർന്ന് ഒരു അർത്ഥമോ അതിൻ്റെ സിമിലാരിറ്റീസ് ഉള്ള വേർഡ്സോ അല്ലെങ്കിൽ ഒരു വാല്യൂ, എന്നിട്ട് ഈ രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ലിസ്റ്റിന് 3 ടാഗ്സ് ഉണ്ട്, UL, OL ആൻഡ് DL. ആദ്യം HTML അൺഓർഡേർഡ് ലിസ്റ്റ്. Unordered list is a collection of related items that have no special order or sequence. നേരത്തെ പറഞ്ഞാണ്, ഒരിക്കൽ കൂടെ ഡെഫിനേഷൻ വായിച്ചു നോക്കാന്നുള്ളേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓർഡറിന് സീക്വൻസിനോ ഓർഡറിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസോ ഇല്ലാതെ നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കാം. This list is created by using UL tag. Each item in the list is marked with a bullet. Okay. Unordered list example. ഇവിടെ തുടക്കമൊക്കെ നമുക്ക് നോക്കാം. HTML ഉണ്ട്, അതിൻ്റെ എൻഡിങ് HTML ടാഗ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡിന് ടൈറ്റിൽ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതാണ്. ബോഡിക്കകത്ത് നമ്മൾ ഈ എക്സാമ്പിൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് UL ടാഗാണ്. കണ്ടോ, UL-ന് ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ട്, UL-ന് ഒരു എൻഡിങ് ടാഗ് ഉണ്ട്. അതിനകത്ത് ശ്രദ്ധിക്കുക, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് LI ടാഗ്. LI എന്ന് പറഞ്ഞാൽ 2 ഫേസുള്ള ടാഗാണ്. ഒരു സ്റ്റാർട്ടിംഗ് ടാഗും ഉണ്ട്, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ട്. അന്നേരം ഏതൊരു ലിസ്റ്റിലും ഐറ്റംസ് ലിസ്റ്റ് ഐറ്റമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് എന്ന് പറഞ്ഞാൽ LI ടാഗ്. ഓക്കെ. എക്സാമ്പിളായിട്ട് വി ആഡ് PGDCA, DCA ആഡ് ചെയ്തു, DCFA ആഡ് ചെയ്തു, DCAS ആഡ് ചെയ്തു. അസ്യൂം ദീസ് ആർ സം കോഴ്സസ്. അന്നേരം നമ്മൾ കോഴ്സിന്റെ ടൈറ്റിൽ എന്ത് കൊടുത്തു, കോഴ്സസ് ലിസ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ
അൺഓർഡേർഡ് ലിസ്റ്റിൽ 4 കോഴ്സുകൾ ആഡ് ചെയ്ത് ഈ കോഴ്സ് ഏതാദ്യം വരണം ഏത് രണ്ടാമത് വരണം അങ്ങനെ ഒന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് ഓർഡർ ചെയ്യാം? ഈ രീതിയിൽ അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുത്ത് ഓർഡർ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ? ഔട്ട്പുട്ട് വെരിഫൈ നോക്കുക. കോഴ്സ് ലിസ്റ്റ് എന്ന ഹെഡിങ് വന്നിട്ടുണ്ട്. ബ്രൗസർ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കുക. PGDCA, DCA, DCFA, DCSS ബുള്ളറ്റഡ് പോയിന്റ്സ് ഉൾപ്പെടെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതിനും ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി, ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ഉപയോഗിക്കും. അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി UL ടാഗ് നമ്മൾ ഉപയോഗിക്കും. ഇവിടെ ലിസ്റ്റിന് ആട്രിബ്യൂട്ട് കൊടുക്കുന്നതാണ് നോക്കിയിരിക്കുന്നത്. ലിസ്റ്റ് ഐറ്റം ഉണ്ടാക്കുമ്പം അൺഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നേരത്തെ എക്സാമ്പിൾസ് ഒന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് നോക്കി നിങ്ങൾക്ക് ആരോ ഉള്ളത് ശ്രദ്ധിച്ച് നോക്കി അറിയാം. അവിടെ ബുള്ളറ്റ് ഏത് ഷേപ്പിലാണ്? സ്ക്വയർ ഷേപ്പിലാണ് വന്നേക്കുന്നത്. അതിന് കാരണം എന്താണ്? നമ്മൾ ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് എന്തായിട്ട് പറഞ്ഞു? സ്ക്വയർ ആയെന്ന് പറഞ്ഞു. അങ്ങനെ ടൈപ്പ് പല ടൈപ്പുള്ള ഷേപ്പുകൾ കൊടുക്കാം. അതിനനുസരിച്ചുള്ള എല്ലാ ബുള്ളറ്റുകളും ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ്, ordered list. This list is created by using OL tag. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. OL tag ഉപയോഗിച്ച് ordered list ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എന്താണ് ബോഡിക്കകത്ത് എഴുതിയത് ശ്രദ്ധിക്കുക. OL ലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി LI ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 4 കുട്ടികളുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. OL ടാഗ് ക്ലോസിംഗ് OL ടാഗ് വിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോഗ്രാമിൻ്റെ പാർട്ടാക്കി ആഡ് ചെയ്യുന്നു. ഈ എക്സാമ്പിൾ നമ്മൾ ലിസ്റ്റ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ എക്സാമ്പിൾ നോക്കാം. കണ്ടില്ലേ? ഔട്ട്പുട്ടിനകത്ത് എന്താണ് വന്നേക്കുന്നത്? 4 കുട്ടികളുടെ പേര് വന്നിട്ടുണ്ട്. 1, 2, 3, 4 എന്നുള്ള ഓർഡറിലാണ് വന്നേക്കുന്നത്. ഡിഫാൾട്ട് ഓർഡേർഡ് ലിസ്റ്റിൻ്റെ നമ്പറിംഗ് ആണ്. അത് എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റമായ 1, 2, 3 ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെയും എക്സാമ്പിൾ മോഡിഫൈ ചെയ്തേക്കുവാണ് വിത്ത് ആട്രിബ്യൂട്ട്സ്. ഈ എക്സാമ്പിളിൽ OLൻ്റെ കൂടെ ടൈപ്പ് ഏത് ടൈപ്പിന് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ എന്താണ് കൊടുത്തേക്കുന്നത്? റോമൻ ആൽഫബറ്റ് ആയ ഐയുടെ കൂട്ട് തോന്നുന്ന സിമ്പലാണ് കൊടുത്തേക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. കണ്ടോ? ഇൻസ്റ്റഡ് ഓഫ് നോർമൽ ഡെസിമൽ നമ്പർ സിസ്റ്റം റോമൻ 1, 2, 3, 4 എന്നുള്ള രീതിയിലുള്ള നമ്പറിംഗ് ആണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ OLൻ്റെ കൂടെ ടൈപ്പായിട്ട് ഓർഡേർഡ് ലിസ്റ്റിൻ്റെ കൂടെ ടൈപ്പായിട്ട് ഈ ക്യാപിറ്റൽ ലെറ്റർ A യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A, B, C, D അങ്ങനെ ആയിരിക്കും വരുന്നത്. സ്മാൾ ലെറ്റർ A ആണ് കൊടുക്കുന്നതെങ്കിൽ സ്മാൾ ലെറ്റർ A, B, C ആ രീതിയിലായിരിക്കും വരുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Next, HTML definition list. The list is like a dictionary or encyclopedia. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. The definition list is the ideal way to present a glossary, list of terms or other name/value. Okay, ഇങ്ങനെ ഒരു വേർഡും അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് മേക്സ് യൂസ് ഓഫ് ദ ഫോളോയിങ് 3 ടാഗ്സ്. ഒന്നെന്താണ്? DL. DL ഡിഫൈൻസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ലിസ്റ്റ്. DT എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ടേം, ആ വാക്ക് എന്താണ്? ഇനി DD ആ വാക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഡിക്ഷണറിയുടെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഒരു വേർഡ് കൊടുക്കുന്നു, അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം കൊടുക്കുന്നു, അതിന് ഫുൾ ഫോം കിട്ടണം. ആ രീതിയിലേക്കുള്ള ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ലിസ്റ്റ് ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടാഗും നമ്മൾ. അതിൽ 3 ടാഗുകളേ ഉള്ളൂ ഡെഫിനിഷൻ. DL ഉണ്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, DT ടേമിന് പേര് കൊടുക്കാൻ വേണ്ടി, DD ആ ടേമിന് ഡെഫിനിഷൻ പറയാൻ വേണ്ടി. നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. കണ്ടില്ലേ? ഇവിടെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്. DL കൊടുത്തു, DTക്കകത്ത് ബോൾഡ്, അതായത് B എന്നുള്ള ടാഗ് ബോൾഡ് ആക്കാനാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, DCA എന്ന് പറഞ്ഞു. എന്നിട്ട് അതാണ് ടേം ഈസ് DCA. അതിൻ്റെ ടേമിന് ഡെഫിനിഷൻ എന്താണ്? ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈസ് ദ ഡെഫിനിഷൻ ഓഫ്
DCA. അതാണ് DTയിൽ ടേമും DDയിൽ എന്ത് പറഞ്ഞു? ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അടുത്ത ഡെഫിനിഷൻ ടേം ആണ് എന്തെന്ന്? PGDCA. അതിന് ഡെഫിനിഷൻ നമ്മൾ എന്ത് പറഞ്ഞു? PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ? DCA എന്ന് എഴുതി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, PGDCA എന്ന് എഴുതി PG ഡിപ്ലോമ. അങ്ങനെ ഒരു വേർഡും അതിൻ്റെ ഒരു മീനിങ്, അല്ലെ എക്സ്പ്ലനേഷൻസ്, അല്ലെ എക്സ്പാൻഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വേർഡിന് ഇക്വലൻ്റ് ആയിട്ടൊരു വാല്യൂ, അതാണ് ഒരു ടേമും അതിൻ്റെ ഡെഫിനിഷനും. ആ രീതിയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം അൺഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ ഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.